അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ, ഇപ്പോൾ ശ്രീ പ്രൊഫസർ റോണി കെ ബേബി സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ആർക്കും ആശങ്ക വേണ്ട, ഉചിതമായ തീരുമാനത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒപ്പം അദ്ദേഹം പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, ഞങ്ങൾ അധികാരത്തിലെത്തും, ഞങ്ങൾ ഇടതുപക്ഷത്തെ അധികാരത്തിൽ നിന്നും തൂത്തെറിഞ്ഞുകൊണ്ട് കേരളം വീണ്ടും ഭരിക്കുമെന്ന്. എങ്ങനെയാണ് ആ ആത്മവിശ്വാസത്തെ BJP നോക്കിക്കാണുന്നത്, താങ്കൾ വിലയിരുത്തുന്നത്? ഇവിടെ ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങളിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേരോട്ടമുണ്ടായി. അതിൽ 2 എണ്ണവും ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൈവശത്ത് നിന്നും എന്നേക്കുമായി നഷ്ടപ്പെട്ടു. അങ്ങനെ പറയുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം പശ്ചിമ ബംഗാളിൽ 0-ലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ലോക്സഭയിൽ 0, കഴിഞ്ഞ നിയമസഭയിൽ 0. എന്താ കാരണം? 35 വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പശ്ചിമ ബംഗാൾ ഭരിച്ചപ്പോൾ അവിടുത്തെ പ്രധാന പ്രതിപക്ഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ചുക്ക് ചെയ്യാൻ പറ്റില്ല. ഓരോ തെരഞ്ഞെടുപ്പിലും ഒന്നുകിൽ 3-4 ഭൂരിപക്ഷം, അല്ലെങ്കിൽ 3-2 ഭൂരിപക്ഷം. ഇതായിരുന്നു അവിടുത്തെ അവസ്ഥ. ഐദർ 3/4 അല്ലെങ്കിൽ 3/2. ഇതായിരുന്നു അവിടുത്തെ സ്ഥിതി. ആ മാറ്റം വന്നത് എന്തുകൊണ്ടാണ്? മമതാ ബാനർജി കോൺഗ്രസുമായി പിണങ്ങി ഒരു പ്രാദേശിക പാർട്ടി ഉണ്ടാക്കിയപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് ഭരണം ബംഗാളിൽ അവസാനിച്ചത്. ഇന്ന് കോൺഗ്രസിന്റെ അവസ്ഥ എന്താ? കമ്മ്യൂണിസ്റ്റുകാരെ സഖ്യം ഉണ്ടാക്കി മത്സരിക്കുക, എന്നിട്ടും 0 കിട്ടുന്നത്. ഇനി ത്രിപുരയിലേക്ക് വരും. 25 കൊല്ലം ത്രിപുരയിൽ തുടർച്ചയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM ഭരിച്ചു. കോൺഗ്രസ് ആയിരുന്നു പ്രധാന പ്രതിപക്ഷം. ഒരു ചുക്ക് ചെയ്യാൻ പറ്റിയില്ല. 25 വർഷങ്ങൾക്ക് ശേഷം 2018 വെറും 1.5 കൊല്ലത്തെ പ്രവർത്തനത്തിന്റെ ഫലമായി BJP ഭരണം പിടിച്ചെടുത്തു. ഇപ്പൊ എന്താ സ്ഥിതി? ഇതേ കോൺഗ്രസ് ഇതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സഖ്യം ഉണ്ടാക്കി മത്സരിക്കുക, എന്നിട്ടും 2023 തോറ്റു. അപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇത്രയും കാലം ബംഗാളും ത്രിപുരയും ഭരിക്കാനുണ്ടായ കാരണം കോൺഗ്രസ് ആയിരുന്നു പ്രധാന പ്രതിപക്ഷം. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി പറയാം, ഈ കേരളത്തിൽ ഭരണ തുടർച്ച 2021 ഉണ്ടായത് കോൺഗ്രസ് പ്രതിപക്ഷമായതുകൊണ്ടാണ്. കോൺഗ്രസ് ഒരു പരാജയപ്പെട്ട പ്രതിപക്ഷമാണ്. ബംഗാളിലായിരുന്നു, ത്രിപുരയിലായിരുന്നു, ഇപ്പൊ കേരളത്തിലുമാണ്. ഇതാണ് പ്രശ്നം. ഇനി ഇപ്പൊ ഇവിടെ വർഗീസ് ഖാൻ പറഞ്ഞു ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങൾക്ക് അറിയാം സാർ, ഞങ്ങൾ ത്രിപുരയിൽ ആ പാർട്ടിയെ 1.5 കൊല്ലം കൊണ്ടാണ് പൊളിച്ചത്. ത്രിപുരയിൽ ഞങ്ങൾ ആ പാർട്ടിയെ 1.5 കൊല്ലം കൊണ്ടാണ്. ഇനി ഞാൻ ഒരു ഉദാഹരണം പറയാം. തിരുവനന്തപുരം കോർപ്പറേഷൻ 45 കൊല്ലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നു. 45 കൊല്ലം. എന്താ കാരണം? കോൺഗ്രസ് ആയിരുന്നു പ്രധാന പ്രതിപക്ഷം. പക്ഷേ കഴിഞ്ഞ 2 ടേമിൽ ഞങ്ങൾ പ്രധാന പ്രതിപക്ഷമായപ്പോൾ ഞങ്ങൾ 3ാമത്തെ ടേമിൽ ഞങ്ങൾ പൊളിച്ചെടുത്തു. ഇന്ന് കേരളത്തിൽ പല സ്ഥലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നത് കോൺഗ്രസ് പ്രധാന പ്രതിപക്ഷമായതുകൊണ്ടാണ്. കോൺഗ്രസ് അതിനുള്ള കെൽപ്പില്ല. അതാണ് ബംഗാളിന്റെ ഉദാഹരണം, അതാണ് ത്രിപുരയുടെ ഉദാഹരണം. കേരളത്തിലും മാറ്റം വരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് BJPയെ പോലുള്ള ഒരു ശക്തമായ പ്രതിപക്ഷം വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. കോൺഗ്രസിന് മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാം. കോൺഗ്രസിന് അത്ര ശക്തിയില്ല, പ്രത്യേകിച്ച് ഇപ്പോ. കാരണം കോൺഗ്രസ് എന്ന് പറയുന്നത് പഴയ കോൺഗ്രസിന്റെ അസ്ഥികൂടമാണ്. 3 സംസ്ഥാനത്തെ ഭരണമുള്ളൂ. ദേശീയ തലത്തിൽ 100 സീറ്റ് പാർലമെന്റിൽ ഇല്ല. തെരഞ്ഞെടുപ്പിലാണ് 99 സീറ്റ് കിട്ടിയത് തന്നെ CPM ഉൾപ്പെടെയുള്ളവരുടെ സഹായത്തോടു കൂടിയാണ്. അങ്ങനത്തെ ഒരു കോൺഗ്രസ് അല്ല കേരളത്തിൽ പ്രതിപക്ഷമായി വരുന്നതെങ്കിൽ നല്ല ഒരു ശൗര്യമുള്ള തൃണമൂൽ കോൺഗ്രസിനെ പോലെ BJPയെ പോലെ ഒരു ശൗര്യമുള്ള പ്രതിപക്ഷം വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ അങ്ങനെ പൊട്ടാത്ത ഒന്നുമല്ല, അവർക്ക് പപ്പടം പൊട്ടും പോലെ പൊട്ടുന്നത് നമ്മൾ 2 സംസ്ഥാനത്ത് കണ്ടതാണ്. ഇതാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിലനിർത്തുന്നത് കോൺഗ്രസ് എന്ന ദുർബല പ്രതിപക്ഷമാണ്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി അത് അവസാനിക്കും. ശ്രീ ഡോക്ടർ വർഗീസ് ജോർജ്, ഇവിടെ നമുക്ക് ചർച്ച അവസാനിക്കാനുള്ള സമയമാകുമ്പോൾ ഒരു ചോദ്യം താങ്കളിലേക്ക്. ഇവിടെ വീണ്ടും അധികാരത്തിലെത്താൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഇടതുമുന്നണിയുള്ളത്. എന്നാൽ അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് കോൺഗ്രസും ഉള്ളത്. വലിയ മുന്നേറ്റമുണ്ടാക്കി ഇടതിനും വലത്തിനും ബദലായി മറ്റൊരു മുന്നണി എന്നുള്ള ഒരു പ്രതീക്ഷ ആഴത്തിൽ പങ്കുവെക്കുകയാണ് BJPയും NDAയും ചെയ്യുന്നത്. പക്ഷേ
ഇവിടെ ഇടതു മുന്നണിക്ക് കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ എളുപ്പമാകുമോ എന്ന് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് അണികൾ തന്നെ. പ്രത്യേകിച്ച് CPIയുടെയും അണികൾ തന്നെ. നിങ്ങൾ ഘടകകക്ഷികൾ പോലും അത്തരത്തിലുള്ളൊരു ആശങ്ക പങ്കുവെക്കുന്നുണ്ടാവും. കാരണം നേതാക്കൾ തന്നെ ഇങ്ങനെ പാർട്ടിയെ നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ അല്ലേ? സുരേഷ്, അതിനു മുമ്പ് അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ പറഞ്ഞ ഒരു കാര്യത്തോട് റെസ്പോണ്ട് ചെയ്യേണ്ട. ഇവിടെ BJPക്ക് 20% വോട്ടുള്ള എത്ര മണ്ഡലമുണ്ട്? ഞങ്ങൾ നോക്കിയപ്പോൾ 39 മണ്ഡലങ്ങളാണ് ഉള്ളത്. ബാക്കി 100ഓളം മണ്ഡലങ്ങളിൽ 4000, 5000, 8000, 10000 വോട്ടുകൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് BJP കേരളത്തിൽ ഇങ്ങോട്ട് വന്ന് കോൺഗ്രസിനെയോ അല്ലെങ്കിൽ LDFനെയോ എല്ലാം തകർത്ത് ഞങ്ങൾ അധികാരം പിടിച്ചെടുക്കുമെന്ന് പറയുന്നത് അത് ഒരു റിയലിസ്റ്റിക്കായ കാര്യമല്ല. കോൺഗ്രസ് തന്നെ BJPയെ തോൽപ്പിച്ചിട്ടില്ലേ കർണാടകത്തിൽ? എത്ര ശക്തമായൊരു കർണാടകത്തിലെ BJP ഗവൺമെന്റിനെ കോൺഗ്രസ് അവിടെ തോൽപ്പിച്ചു. അതുകൊണ്ട് ഇലക്ഷനിൽ അത് സംഭവിക്കും. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തന്നെ 400 സീറ്റുകൾ കിട്ടുമെന്ന് പ്രഖ്യാപിച്ച നരേന്ദ്രമോദിയുടെ NDA രണ്ടാമത്തെ ഗവൺമെന്റിനെ ഇപ്പോൾ സ്വന്തമായിട്ട് ഭൂരിപക്ഷം പോലും ഇല്ലാതെ ചന്ദ്രബാബു നായിഡുവിൻ്റെ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയുടെ സഹായത്തോടെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ആ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകും. അതുകൊണ്ട് BJP പൊടുന്നതിനുമേ ഈ സദേൺ സ്റ്റേറ്റ്സിലെല്ലാം ഇങ്ങോട്ട് കയറി വന്നിട്ട് പിടിച്ചെടുക്കുമെന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആയ കാര്യമാണ്. അല്ലല്ല, അത് നമ്മൾ കാണുകയാണല്ലോ. ഇവിടെ എത്ര വർഷം ഭരിച്ച തിരുവനന്തപുരം നഗരസഭ അത് ഭരണം പിടിച്ചെടുത്തില്ലേ BJP? അങ്ങനെ ഓരോന്നായി പിടിച്ചെടുക്കുമെന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് BJP. അത് സാറേ, തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുത്തു, തൃശ്ശൂർ പാർലമെന്റ് പിടിച്ചു. പക്ഷെ അതൊന്നും ഒരു ജനറൽ കാര്യങ്ങളല്ല. കേരളത്തിന്റെ പൊളിറ്റിക്കലായിട്ടുള്ള ജിയോഗ്രഫി നോക്കുമ്പോൾ എത്ര % വോട്ടുണ്ട് BJPക്ക് കേരളത്തിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ? അതാണ് അവിടുത്തെ ഇഷ്യൂ. ഒരു 30-35-38%. അവിടെയാണ് ശ്രീ ജോർജ് സർ, ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ BJP ഓരോ ദിവസവും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കേരളത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും സമഗ്ര വികസനം, കേന്ദ്ര സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികൾ ആ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ആ ജനങ്ങളുടെ ഒക്കെയും വിശ്വാസം നേടിയെടുക്കുകയാണ് BJPയും NDAയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ പ്രതീക്ഷയോടെ അവർ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും 47 അംഗ പ്രാഥമിക ഒരു സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്.